ദാബത്ത് ഉണ്ടെങ്കിൽ അതിന് തീറ്റയും കുടിയും ആവശ്യമാണ്. അതിനൊരു ജൈവികതയുണ്ടാകും, അതിനൊരു ജഡികതയുണ്ടാകും സ്വാഭാവികമായി. അപ്പൊ ആകാശത്തുള്ള ഈ ദാബത്ത് ഏതാ? ആ ദാബത്ത് മലക്കിനെ കുറിച്ച് വേറെ തന്നെ പരാമർശമുണ്ടല്ലോ, ജിന്നുകളെ കുറിച്ചും വേറെ തന്നെ പരാമർശമുണ്ട്. അവര് ഭൂമിയിൽ വരുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ട്. ഇതിന്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ ആ കാര്യം കൂടി ചേർത്ത് വെച്ചാൽ കാര്യം വളരെ കൃത്യമാകും. ഈ ഇരുത്താക്കിന്റെ ക്ലാസ്സിൽ ഞാനത് പറഞ്ഞിരുന്നു. ഇത് ഇരുത്താക്കിന്റെ കുട്ടികളല്ലല്ലോ അല്ലേ, അവരുണ്ടെന്ന് തോന്നുന്നു. ഈ ഞാൻ തുടങ്ങിയ ഇലോൺ മസ്കിന്റെ ഒരു ആത്മകഥ ഈ അമേരിക്കയിൽ എഴുതുന്നതിനെ കുറിച്ച് ഒരു ചർച്ച നടന്നപ്പോൾ അതിൽ ഇലോൺ മസ്കിനെ കുറിച്ച് പറയുന്നുണ്ട്, ഹി മൈറ്റ് ബി ആൻ ഏലിയൻ ഓർ എ കമ്പാനിയൻ ഓഫ് ഏലിയൻ. ഇലോൺ മസ്ക് ഒരു അന്യഗ്രഹജീവി ആവണം, അല്ലെങ്കിൽ അന്യഗ്രഹജീവിയോട് സംസാരിക്കുന്ന ഒരാളാവണം. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലോകത്തൊരു സാധാരണ മനുഷ്യന് ചിന്തിച്ചെടുക്കുക സാധ്യമല്ലല്ലോ. ലോകത്തൊരു ഭൂമിയിലെ മനുഷ്യന് ഇതൊന്നും ആലോചിച്ച് കണ്ടെത്താൻ കഴിയില്ല. അപ്പൊ അദ്ദേഹം ഒന്നുകിൽ ഇയാളൊരു ജിന്നാകണം, അല്ലെങ്കിൽ ജിന്നിനോട് സംസാരിക്കുന്ന ആളാകണം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ. എന്നിട്ട് അതിനെ സാധൂകരിച്ചുകൊണ്ട് ഈ ആത്മകഥ എഴുതാൻ തുനിയുന്ന വോൾട്ടേനേസിയാസ് ആ വ്യക്തി അദ്ദേഹം പറയുന്നത്, കാരണം എക്സ്ട്രാ ഓർഡിനറി ഈവൻസ് നീഡ് എക്സ്ട്രാ ഓർഡിനറി എക്സ്പ്ലനേഷൻ. അദ്ദേഹത്തിന്റെ ഒരു കായിക അതാണ്, എക്സ്ട്രാ ഓർഡിനറി ഈവൻസ് നീഡ് എക്സ്ട്രാ ഓർഡിനറി എക്സ്പ്ലനേഷൻ. അസാധാരണമായ സംഭവങ്ങൾ അസാധാരണമായ വിശദീകരണങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. അത് ലോകത്തെ പൊതു തത്വമാണ്, ലോജിക്കലി ഒരു പ്രൂവഡായ ഒരു ആർഗ്യുമെന്റ് ആണത്. അപ്പൊ സ്വാഭാവികമായി അപ്പൊ ഇലോൺ മാസ്കിനെ കുറിച്ചൊക്കെ അന്യഗ്രഹ ജീവി എന്നല്ലാതെ എന്താ പറയാൻ കഴിയുക? ഇനി അതിന്റെ ഒരു ഖിയാസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിലേക്ക് അപ്ലൈ ചെയ്താൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന കാര്യങ്ങൾ, പറഞ്ഞ കാര്യങ്ങൾ, പ്രവചിച്ച കാര്യങ്ങൾ, ചരിത്രം, ഭാവി, വർത്തമാനം, നാഗരികത, അതിന്റെ തോടിൽ നിന്ന് പുറത്തു കടക്കാത്ത അപരിഷ്കൃതമായ കാലത്ത് പ്രവാചകൻ പ്രവചിച്ച കാര്യങ്ങൾ ആധുനിക ലോകം കാണുമ്പോൾ സ്വാഭാവികമായി നമുക്കും പറയാമല്ലോ, ഹി മൈറ്റ് ബി ആൻ ഏലിയൻ. ഒന്നുകിൽ പ്രവാചകൻ തന്നെ ഒരു മലക്കാവണം, ഓർ ഹി ഷുഡ് ബി എ കമ്പാനിയൻ ഓഫ് ഏലിയൻ, അല്ലെങ്കിൽ മലക്കിനോട് മിണ്ടുന്ന ഒരാളാകണം. എന്തുകൊണ്ട്? എക്സ്ട്രാ ഓർഡിനറി ഈവൻസ് നീഡ് എക്സ്ട്രാ ഓർഡിനറി എക്സ്പ്ലനേഷൻ. പ്രവാചകൻ അസാധാരണമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അസാധാരണമായ വിശദീകരണങ്ങൾ ആവശ്യമാണ്. തീർച്ചയായും പറയാം. അതിൽപ്പെട്ടൊരു പ്രയോഗം തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിയ ഈ ആയത്തും. ഈ ബർമുഡ അതേപോലെ നവാദോ ട്രയാങ്കിളിൽ നിന്ന് അപ്രത്യക്ഷമാവുന്ന 2000-ഓളം വിമാനങ്ങൾ, അതിന്റെ കണക്കൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഒരു 0 കൂടിയതാണോ കുറഞ്ഞതാണോ ഒക്കെ ഡൗട്ടാണ്. പക്ഷേ ഏറെക്കുറെ എല്ലാ അതിനെപ്പറ്റി പറയുന്ന ന്യൂസുകളിലുമുള്ളത് 2000-ഓളം വിമാനങ്ങളും കപ്പലുകളും വാഹനങ്ങളും അപ്രത്യക്ഷമാവുന്നു, മനുഷ്യർ അപ്രത്യക്ഷമാവുന്നു. എങ്ങോട്ടേക്കാണ് ഇത് പോകുന്നത് എന്നുള്ളതിന് ശാസ്ത്രീയമായി വിശദീകരണങ്ങളില്ല. ഞാൻ പറയുന്നത് ഭൗമേതരമായ സൂപ്പർ ഇന്റലിജൻസ് ഭൂമിയിൽ ഇടപെടുന്നുണ്ട്. അത് മനുഷ്യന്റെ കൃത്രിമ ബുദ്ധി എന്ന അർത്ഥത്തിൽ മാത്രമല്ല. നമുക്കിതൊരു പുതുശാരമാവേണ്ട കാര്യമില്ല എന്നാണ് വഹിയിൽ വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ പറയേണ്ടത്. ഇതാണ് എന്റെ പോയിന്റ്. മനുഷ്യനിർമ്മിത ബുദ്ധി എന്ന് പറയുമ്പോൾ നാച്ചുറലുള്ള അള്ളാഹു ഇവിടെ നേരത്തെ പരിചയപ്പെടുത്തിയ ബുദ്ധിയെ മറികടക്കാൻ ഇതിന് മാത്രമുള്ള പര്യാപ്തത അതിനില്ല. നമ്മൾ ഈ അസാധാരണമായ ബുദ്ധിയുമായി എൻഗേജ് ചെയ്ത് കൊണ്ടിരിക്കുന്നവരാണ്. അസാധാരണമായ ബുദ്ധി കേന്ദ്രവുമായി എൻഗേജ് ചെയ്ത ആ വഴിയിലാണ് നമുക്ക് ഖുർആൻ കിട്ടിയത്. ഈ നവാദയെ ഞാൻ ഓർത്തത്, ചില പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആനിലുള്ള ഈ ആയത്ത്, ഏതായത്ത്? ഹുനഫാ ലില്ലാഹി ഗൈറൽ മുശ്രികീന ബിഹി വമൻ യുശ്രിക് ബില്ലാഹി ഫകഅന്നമാ ഖറ മിനസ് സമാഇ ഫതഖ്തഫഹു അത്വയറു ഔ തഹവി ബിഹി റീഹ് ഫീ മകാനിൻ സഹീഖ് എന്ന വചനത്തിന് ഈ യാസർ ഖാദിയെ പോലെയുള്ള, മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം ഒരു മദ്ഹബ് സൂഫി സ്കോളറാണ്, യഖീൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ. അദ്ദേഹത്തിന്റെ ഒരു തീസിസിൽ കണ്ടു, ഈ പറയുന്ന ഫകഅന്നമാ ഖറ മിനസ് സമാഇ ഫതഖ്തഫഹു അത്വയറു, ആകാശത്തിൽ നിന്ന് വീണ് പറവ കൊത്തിക്കൊണ്ടുപോവുകയും ഔ തഹവി ബിഹി റീഹു ഫീ മകാനിൻ സഹീഖ്, വിദൂരമായ അജ്ഞാതമായ പ്രദേശത്തേക്ക് കാറ്റ് കൊണ്ടുപോവുകയും ചെയ്യുന്നവരുടെ അവസ്ഥ പോലെയാണ്. വിശുദ്ധ ഖുർആൻ ഒരു തംസീൽ അല്ലെങ്കിൽ ഒരു തശ്ബീഹ് പറയണമെങ്കിൽ സ്വാഭാവികമായി നമ്മൾ എപ്പോഴാണ് തശ്ബീഹ് പറയാറുള്ളത്? ഒരു വിഷയത്തിൽ. അത് ഇവിടെ തംസീലാണ്. തംസീൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ആ മുഷബ്ബഹ് ബിഹി കൂടുതൽ വ്യക്തതയുള്ളതാവുമ്പോഴാണ്
അതാണ് തശ്ബീഹിന്റെ ഒരു പൊതു സ്വഭാവം. ഇപ്പൊ സ്വാഭാവികമായി മനുഷ്യർക്ക് അജ്ഞാതമായ ഒരു കാര്യത്തെ ഒരിക്കലും അതിന്റെ മുമസ്സൽ ബിഹി അൽ മുമസ്സൽ ബിഹി ഒരിക്കലും ആക്കൂല, മുഷബ്ബഹ ബിഹി ആക്കൂല, അതിൽ പ്രയോജനം ഇല്ല. ഇപ്പൊ സ്വാഭാവികമായി ഇവിടെ എന്താ പറഞ്ഞത്? പക്ഷികൾ കൊത്തിക്കൊണ്ടുപോകുന്നത് പോലെ, കാറ്റ് വഹിച്ചു കൊണ്ടുപോകുന്നത് പോലെ എങ്ങോട്ടേക്ക്? അജ്ഞാതമായ ഒയറു മഅലൂമാണ് മക്കാനിൻ സഹീഖ്, ഒയറു മഅലൂമായ അജ്ഞാതമായ കേന്ദ്രത്തിലേക്ക് കാറ്റ് കൊണ്ടുപോകുന്നത് പോലെ. ഇവിടെ അദ്ദേഹത്തിന്റെ ഇതിൽ അതിവായനയായിരിക്കാം, ഇത് ഒരു പ്രസംഗമല്ല എന്ന് പറഞ്ഞല്ലോ, ഇതൊരു കിളിവാതിലാണ്, നമ്മൾ പഠിക്കണം, ഇതിന്റെ ഒരു കൺക്ലൂഷൻ ഉണ്ടാക്കണം. അത്വയർ എന്നുള്ളതിന് അദ്ദേഹം കൊടുക്കുന്നത് കത്വയറ എന്നാണ്.